അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ 17 കീമോയ്ക്കും ഈ ഓരോ ആൻറ്റിബോഡി ഇഞ്ചക്ഷനും എടുക്കണം. അപ്പോൾ ഇത്രയും വിലയുള്ള ഈ ഇഞ്ചക്ഷന് അതിന് കാരണം നമുക്ക് അതിന് സാമ്പത്തിക ജാമ്യ സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ഇതിപ്പോ ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്ന് പറയാൻ അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നത്. സന്ദീപ് എടപ്പാള് ഇന്നലെ അവർ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് വെച്ചിട്ടും ആ FIR നമ്മൾ വായിച്ചതിനകത്തും വ്യക്തമായിട്ട് അവർ പറഞ്ഞിരുന്നത് എന്താണ്, നാളെ കോടതി എവിടെയാണ്, ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും, അവിടുന്ന് ഡയറക്റ്റ് ജാമ്യം എടുത്തിട്ടായിരിക്കും ഇനി പോകാൻ പറ്റുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞ് കണ്ടത്. നമ്മൾ അങ്ങനെ കണ്ട ഞാനും ആ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്തൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാണുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു ടോപ്പിക്ക് രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. രേണു സുധി അത് മനസ്സിലാക്കണം. രേണു കഴിഞ്ഞ ദിവസം രേണുവിന്റെ പ്രൊഫൈലിനകത്ത് ഈ അറസ്റ്റിനെ തുടർന്ന് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ആ FIR വായിച്ചു നോക്കിയപ്പോഴത്തേക്കകത്ത് അതിനകത്ത് പരാതിക്കാരനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള പരാതിയും ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന രേണുവായിട്ടോ അവരുടെ ചേച്ചിയായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരുവിധ കാര്യമില്ല. നമ്മളാരും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ ഈ പറയുന്ന ടോപ്പിക്കിലേക്കും കൈകടത്താനായിട്ട് വരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ മറിച്ച് സൈബർ ഇടങ്ങളിൽ രേണു എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ട് ഒരു 4-5 ആൾക്കാരിരുന്ന് ത്രികോണ ഇരുന്ന് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൊണയ്ക്ക് കൂട്ടു നിൽക്കുന്നത് ഏതോ ഒരു വ്യക്തി അതിൻ്റെ മുകളിൽ നിന്ന് അതിന് കൂട്ടുനിൽപ്പുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ജീവിതമാർഗം ചിലപ്പോൾ അതായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ എക്സ്ക്ലൂസീവ് സാധനം എവിടുന്നാണോ ആ ന്യൂസ് അറിയാൻ പറ്റിയെന്നുള്ളൊരു കാര്യം. ഫുള്ളി പ്ലാൻഡ് അല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ട് പരാതി കൊടുത്തിട്ടുള്ള ആൾ സ്റ്റേഷനിലുണ്ടായിരുന്നു, ക്യാമറയും പിടിച്ചുകൊണ്ട് തങ്കച്ചൻ നിൽപ്പുണ്ടായിരുന്നു, ഇവരുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നൊരു ബൈക്ക് ക്ലിപ്പാണ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഒരു പീസും കൂടി ഇതിനകത്ത് വെച്ചിട്ട് സന്ദീപിന് ഇറങ്ങിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയാം. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രേണുവായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് നമുക്കാർക്ക് വേണ്ട. നിങ്ങളുടെ അസുഖം വഴിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ആളുമായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായപ്പോഴത്തേന് രേണുവിൻ്റെ മാനസികാവസ്ഥയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിലൂടെ അതിൽ സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ കണ്ടോട്ടെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് എങ്കിൽ വിടുക, അത്രേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് അതിനെ അങ്ങ് വിടുക. പക്ഷേ രേണു എന്ന് പറയുന്നൊരു കോണ്ടന്റും ടോപ്പിക്കും എടുത്തു വെച്ചുകൊണ്ട് കിച്ചു എന്ന് പറയുന്ന ഒരാളെ ഇതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ചിലപ്പോൾ അവർക്ക് അത് മാത്രം മതിയായിരിക്കും അരി മേടിക്കാനായിട്ട്. അതുകൊണ്ട് രേണു സുധിയുടെ പല്ലും നഖവും വരെ അവരെടുക്കുമ്പോഴത്തേക്കിന് അതിനൊരു മറവാണ് മറ്റുള്ള യൂട്യൂബേഴ്സ്. രേണു സുധിയെ കുറ്റം പറഞ്ഞ മറ്റുള്ള യൂട്യൂബേഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആരും വീഡിയോ ഇടുന്നില്ല, അല്ല നിങ്ങളുടെ കോണ്ടന്റ് എടുത്ത് വെച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. മറിച്ച് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഓരോ സോഷ്യൽ കോൺട്രവേഴ്സീസ്, ആ കോൺട്രവേഴ്സീസിൽ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇവർ തന്നെ അതിനകത്ത് കിടന്ന് മുക്കറയിട്ട് മുള്ളി പോകുന്ന പരിപാടി. കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് തന്നെ അതായത് എല്ലാവരുടെയും മുന്നിലൊന്ന് കാണിക്കണം. അല്ലാതെ സന്ദീപ് ഇതിനകത്ത് പറയുന്നത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടെന്നുള്ളത് ആദ്യം വരെ ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത് അതിനകത്ത് വെക്കും കേട്ടോ. എന്തായാലും അല്ല, രേണു ചേച്ചി ഒരു മറുപടിയായിട്ട് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം രേണു ചേച്ചിക്കെതിരെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കിച്ചു എന്ന് പറഞ്ഞ ആൾ. എന്താണ് കിച്ചുവിന് ചേച്ചിയോട് രേണു ചേച്ചിയോട് ഇത്രയും വയ്യാതിരുന്നിട്ടും ചേച്ചിനെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ? എന്ത് തോന്നുന്നു ചേച്ചിക്ക്? അല്ല, ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ചേച്ചിക്ക് അറിയാലോ, ചെറുപ്പം തൊട്ട് നിങ്ങളെല്ലാവരും വളർത്തിയ വാനാണല്ലോ. ഒരു നന്ദികേടായിട്ട് തോന്നുന്നുണ്ട്. അറിയാം, അതൊക്കെ അവന്റെ മാനസികാവസ്ഥ. നമ്മൾ അന്നും ഇന്നും രേണു ആണെങ്കിലും ഞങ്ങളാണ് അവനെ മക്കളായിട്ട് തന്നെയാണ്. അന്ന് സുധിച്ചേട്ടൻ അവനെ കൂട്ടി വീട്ടിൽ വന്ന് അന്ന് തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അവനെ കണ്ടേക്കുന്നത്. അതുകൊണ്ട് അവന്റെ മാനസികാവസ്ഥ എന്താണോ അത് നമുക്കറിയത്തില്ല. രേണു ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എന്താണ് ചേച്ചിക്ക് ഈ ഒരു നിമിഷം പറയാനായിട്ടുള്ളത്? ശരിക്കും ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എത്രയും പെട്ടെന്ന് അവള് പഴയ പോലെ തിരിച്ചു വരാനായിട്ടുള്ള പ്രാർത്ഥന. രേണു ചേച്ചിക്ക് ഇപ്പൊ എത്ര കീമോ കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ? ഇപ്പൊ 2 കീമോ കഴിഞ്ഞു. ഇനി എത്ര എണ്ണം? ഇനിയും മൊത്തം 6 എണ്ണമാണ്. ഇനി 4 എണ്ണം കൂടെ. ശരി, ഓക്കെ. അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ അതിനിടയിലേക്ക് കിച്ചു എന്ന് പറഞ്ഞൊരു സാധനവും കോൺട്രവേഴ്സി നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ചോദ്യം ചോദിക്കുന്നവർ ചോദിക്കട്ടെ. നമുക്കതിന് ഉത്തരവില്ല, നമുക്കതിന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നിടത്തേ ഉള്ളൂ. അല്ലാതെ ഒരാൾ പോലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചു ഏതെങ്കിലും ഒരു സൈഡിൽ പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഈ കിച്ചുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിനെ അവർ വിളിച്ചിട്ട് അവനവർക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഇല്ല, എവിടെയും നിൽക്കുന്നില്ല. ഒരിടത്ത് പോലും അവൻ്റെ ഒരു സപ്പോർട്ട്നെസ് എനിക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല, എവിടെ അറിയാനും സാധിക്കുന്നില്ല. ഞാനിത് ജെന്യൂനായിട്ട് പറയുന്നൊരു കാര്യമാണ്.
പിന്നെ എന്തിനു വേണ്ടിയിട്ട് വീണ്ടും ഇതൊരു സോഷ്യൽ ബുൾഷിറ്റായിട്ട് കൊണ്ടു നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളത് നെഗ്ലക്ട് ചെയ്താൽ കളയുക, വിടുക, അവസാനിപ്പിക്കുക. ആരും ഈ ഒരു സാധനം എടുത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, 3-4 പേര് വട്ടത്തിരുന്ന് കൊണയടിക്കുന്നുണ്ട്. ആ കൊണയടിക്കുന്നവർക്ക് ഇതാണ് ടോപ്പിക്ക്, കിച്ചുവാണ് ഇവരുടെ ഇര. അപ്പോൾ ഇരയ്ക്ക് വേണ്ടിയിട്ട് ചൂണ്ടയിടാനായിട്ട് ഒരു വ്യക്തി അത് രേണുസുതിയ. അത് ഈ പറയുന്ന രമ്യയാണെങ്കിലും ശരി, രേണു ആണെങ്കിലും ശരി, ഇവരുടെ കൂട്ടത്തിലുള്ള ആരാണെങ്കിലും ശരി, ഇതെല്ലാം നോക്കുന്ന സോഷ്യൽ മീഡിയ നോക്കുന്ന ആരാണെങ്കിലും ശരി, സജീനയാണോ എനിക്കറിയത്തില്ല, മറ്റേന്തോ കരീഷ്മയോ ബുള്ളറ്റോ ആരോ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ വക പരിപാടികൾ, ഈ കൂടെ നിൽക്കുന്നവർ അവർ റീച്ചിന് വേണ്ടി വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക, ആ മനസ്സിലാക്കി പെരുമാറുക. ആ ബലിയാടാവാനായിട്ട് നിങ്ങളായിട്ട് നിന്ന് കൊടുക്കാതെ. രേണുവിന് അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു വ്യക്തി. അതിപ്പോൾ ഈ നാളെ വന്ന് വീഡിയോ ഇട്ടാലും മറ്റന്നാൾ വന്ന് വീഡിയോ ഇട്ടാലും ഇനിയിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് വന്ന് വീഡിയോ ഇട്ടാലും അത് അതുപോലെ തന്നെ കാണും ആ ഫേസ് വാല്യൂ. അത് കണ്ടിന്യൂസ്ലി, കാരണം അത് ഒരു 2 വർഷത്തോളം ഒരുപോലെ നിലനിർത്തിയ ഒരു വ്യക്തിയാണ്. അപ്പം പിന്നെ ആ വ്യക്തിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അറിയാതെ എങ്ങനെ ചെയ്യണമെന്ന്. അതിന് അവരുടെ പേരും ഈ ഒരു സോഷ്യൽ കോൺട്രവേഴ്സി കിച്ചുവിലേക്ക് മാത്രം ഒതുക്കി കൂടിയിട്ട് ഒരു 3-4 പേരിരുന്ന് കൊണയടിച്ച് യൂട്യൂബേഴ്സിനെതിരെ തിരിഞ്ഞു. യൂട്യൂബേഴ്സ് ആർക്ക് വേണ്ടിയിട്ട്, രഞ്ജുവിന് പേരെന്തുവായിരുന്നു, രേണുസുതിക്ക് വേണ്ടിയിട്ട് കളിച്ചു. എന്നൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് 4 പേര് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കോണ്ടന്റിനകത്ത് കിടന്ന് ഈ സാധനം കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ് ഇപ്പം സന്ദീപിന് പറ്റിയത്. കാരണം സന്ദീപിൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെയും പേരുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കഥ ആരുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, ഈവൻ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഇന്നയാളുടെ കഥയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ചോദ്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അടാ അങ്ങനെ ആയിരുന്നു. നമ്മൾ ആരും ഒരു കഥകളും എടുത്ത് ഒരു സ്ഥലത്ത് എവിടെയും കൊണ്ടുവന്നിട്ടുമില്ല. കേട്ടു, കണ്ടു, വിട്ടു, പോയി. ചെറിയൊരു ബാലരമ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വല്ലൊരു മുത്തുജീവി വായിക്കുന്ന പോലെയോ ഒക്കെ അതങ്ങ് സാധനം അങ്ങ് അവസാനിപ്പിക്കാത്തതല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഈ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നെക്കുറിച്ചുള്ള പല പല എപ്പിസോഡുകളായിട്ട് കഥകൾ സൃഷ്ടിച്ചിറക്കുന്നു. ഞാൻ ഉടനെ അവൻ്റെ പ്രൊഫൈലിലേക്ക് കയറി നോക്കിയപ്പോഴത്തേന് ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തേക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടതൊക്കെ പോലീസുകാർ നിർബന്ധിതമായിട്ടും റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന എവിഡൻസ് ആയിട്ടും അന്ന് യൂസ് ചെയ്തിട്ടുള്ള മൊബൈലാണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഈ സാധനങ്ങളെല്ലാം അവർ സീസ് ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അപ്പം ഈ ഒരു കഥയുടെ കാര്യം, ഈ കഥ ഒരു കഥ പറഞ്ഞതാ. പക്ഷേ ഈ കഥ വന്ന് കൊണ്ട ഈ വ്യക്തിക്കാണെന്നും ആ വ്യക്തി ഒരു പരാതി കൊടുക്കുകയും അത് ഒരു എക്സ്ക്ലൂസീവായിട്ട് വേറൊരു യൂട്യൂബറുടെ ചാനലിൽ കൂടെ ഡയറക്റ്റ്, അതായത് സ്റ്റേഷനിൽ വന്ന് വീഡിയോ എടുക്കുന്ന ഓൺ ദ സ്പോട്ടിൽ അതൊരു കോണ്ടന്റ് ആയിട്ട് അവൻ്റെ വീഡിയോയിലേക്ക് വരുന്നു. അത് ഒരു 1 മിനിറ്റ് 43 സെക്കൻഡ് മാത്രം കണ്ടുള്ള ആ ഒരു വീഡിയോ. ആ ഒരു സാധനം എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ മറ്റാരും ഇടുന്നതിന് മുമ്പ് ആ 1 മിനിറ്റിൽ ഒരു സാധനം എടുത്തു വെച്ച് എനിക്ക് അടിക്കുക എന്നുള്ളത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാൻ പണി പണ്ടേ അല്ലേ, എനിക്ക് അത്രേ തോന്നുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അവരതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ചങ്ങനാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ഹാജരാക്കുന്നു, അവിടെ നിന്നും ജാമ്യം എടുത്ത് പുറത്തേക്ക് പോകുന്നു, അതൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരു പുകപടലമായിരുന്നു, അല്ലെങ്കിൽ പുകമറയായിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടിരിക്കുന്നത്. എന്തായാലും സന്ദീപിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് കാണാം. ജാമ്യം സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്, ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോകുള്ളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിൻ്റെ കേടാടാ, വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കുക. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. കേട്ടല്ലോ, സ്റ്റേഷൻ ജാമ്യത്തിലാണ് പുറത്തിരിക്കുന്നത്. ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് നിങ്ങൾ കലാപാഹ്വാനമൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BNS 192-ഉം കേരള പോലീസ് ആക്ട് 120 ഒക്കെ വെച്ച് അടിച്ചമർത്തി കയറ്റി ഒരു വ്യക്തിയുടെ പുറത്തേക്ക് വിട്ടത്. ഇവിടുന്ന് കോട്ടയത്തുനിന്ന് മലപ്പുറം വരെ പോലീസുകാർ സ്പെഷ്യലായിട്ട് ഓടിപ്പോയി അവിടുന്ന് അവനെ അറസ്റ്റ് ചെയ്ത് അവനെ കോട്ടയത്ത് കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്ന് ഒരു ദിവസം ഇരുത്തുന്നു, പിറ്റേ ദിവസം അവന് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടുന്നു. ഈ നാട്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം പോലീസുകാരെ, അല്ലെങ്കിൽ ഇതിൻ്റെ നിയമ നടപടി എടുക്കുന്ന ആരാണെങ്കിലും, ഈ നാട്ടിൽ എത്രയോ കേസുകൾ ഇതിലും വലുതായിട്ട് വീട്ടിൽ കയറി അടിച്ചിട്ടുള്ള ഉൾപ്പെടെ പ്രതികൾ ഇപ്പോഴും FIR ഇട്ടിട്ട് മാറിയിരിപ്പുണ്ട്. ഇത്ര ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ഒരു സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു കേസിൻ്റെ ഒരു പ്രതിയെന്ന് ആരോപിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒരു ത്വരയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ കോട്ടയം വാകത്താനത്ത് നിന്നും ഈ പറയുന്ന സ്റ്റേഷൻ ചങ്ങരംകുളം അങ്ങാണ്ട ഇടപ്പാള് വരെ പോയി അവൻ്റെ വീട്ടിൽ പോയി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇമ്മിടിയൊന്നും അല്ലല്ലോ, അത്യാവശ്യം നല്ല കിലോമീറ്റർ ഇല്ലേ. ഇതൊക്കെ ബെയർ ചെയ്യുന്ന സർക്കാർ തന്നെയല്ലേ ഇതിൻ്റെ എണ്ണയുടെയൊക്കെ.
അപ്പം 13-ാം തീയതിയാണ് ഈ FIR പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. 13-ാം തീയതി ഇട്ട FIRന് കഴിഞ്ഞ ദിവസം എന്തോ ഡേറ്റ് എന്തുവാ, ഈ വീഡിയോയിലും കാറും ഒക്കെ ചെന്ന ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, 22-ാം തീയതി ആയപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് കൊണ്ടുവന്നു, അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടു. എത്ര രൂപയുടെ എക്സ്പെൻസ് ആയില്ലേ കാറിനകത്ത് എണ്ണ അടിച്ചൊക്കെ പോയത്. ഇതൊക്കെ ആര് കൊടുത്തോ എന്തോ, ആരെങ്കിലും പെട്രോളിക്കാൻ കാശ് കൊടുത്തെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അല്ലാതെ ഞാനും ഇത് മറ്റേ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയുന്നത് പോലെ നിയമത്തിന്റെ മിറാക്കിളാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അടുത്ത ദിവസം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നൊരു കാര്യം, ഇതൊന്നുമില്ലടാ. ഇത് എന്താണെന്നറിയോ, നമ്മുടെ എതിരെ FIR വീണ്, സാധനം വീണ്, കാര്യം വീണ്, ഇത് കാര്യം നോട്ടീസ് തരാൻ വേണ്ടിയിട്ട്, അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കും, വന്ന് ഹാജരാക്കിയേക്കണം, നാളെ വന്ന് ഹാജരാവാൻ നോട്ടീസ് മേടിക്കാം. ഈ നോട്ടീസ് മേടിക്കാൻ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പോലീസുകാർ വിളിക്കുമ്പോഴത്തേക്കിനും അവരുമായിട്ട് നല്ല മാന്യമായിട്ട് അതിന് ഇടപെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, കാരണം അത് നിയമവിരുദ്ധം അവർ പറയുന്നത്. അവർ പറയുന്നത് നമുക്കെതിരെ അവർ പറയുന്നത് കേസ് വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അവർ നിയമപാലകർ, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പം അതുപോലെ ഒരു വിളിച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റേഷനിൽ വന്നിട്ട് ഈ കാര്യം തീർത്തല്ലേ ഒപ്പിട്ടിട്ട് എന്തോന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു. അത്രയും രൂപയുടെ ഒരു എക്സ്പെൻസ് ഒക്കെ മുടക്കി, ഇത്രയും സാമ്പത്തിക ചെലവൊക്കെ ആ സ്റ്റേഷൻകാർ, ആ പോയ പോലീസുകാരൊക്കെ അവരുടെ ഒരു ദിവസത്തെ ജോലിയായിരിക്കും ഇവിടുന്ന് അവിടം വരെ ഓടിപ്പോയി അവനെയും പിടിച്ചോണ്ട് ഇവിടം വരെ വന്ന സമയത്തോ അവിടെ കുറേ മറ്റേ ക്യാമറയും പിടിച്ച ആൾക്കാരുണ്ട്. ഇവരെല്ലാം രാത്രി വരെ കുത്തി നിന്നിട്ട് എത്ര പേരുടെ ജീവിതമായിരുന്നത്. അവർക്ക് പൈസ കിട്ടി കാണും, എന്തായാലും ചായക്കാശെങ്കിലും കിട്ടാതിരിക്കത്തില്ല, പൊറോട്ടയൊക്കെ കിട്ടി മേടിച്ച് കൊടുത്തു കാണും അല്ലേ. അപ്പോൾ അതെല്ലാം ആക്കിയെടുത്ത് പിറ്റേ ദിവസം ആയപ്പോഴുന്നതാണ്ട് അവൻ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ അവസാനിപ്പിച്ച്. അവനില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന്. മലപ്പുറം കത്തി അമ്പും ബില്ല് ഇന്നലെ BGM ഇട്ട്, അത്രേ ഉള്ളായിരുന്നു. ഒരു BGM ഇട്ട് ക്രിയേറ്റ് ചെയ്തൊരു റീല് വേണമായിരുന്നു. ആ റീല് കിട്ടി. അതിൻ്റെ മുന്നിൽ നിന്ന് അവനെ അകത്ത് കയറ്റിയിട്ട് സെല്ലിലാണ് എന്ന് പറയാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പോലീസ് സ്റ്റേഷനും അതിനുള്ളിൽ ആ വ്യക്തിയും വേണമായിരുന്നു. അത് നടന്നു. ആഫ്റ്റർ ഓൾ എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സന്ദീപ് വീഡിയോ ചെയ്യുന്നതിനകത്ത് സന്ദീപിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതങ്ങോട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളുള്ളതെന്ന് പറയുന്നത്. മേ ബി ഇനിയും കാണാൻ പോകുന്നത് ഒരു ഓപ്പൺ ചാലഞ്ച് തന്നെ ആയിരിക്കും. നമുക്ക് കാണാം, നമുക്ക് ഗാലറിയിൽ ഇരുന്ന് ഈ കളികൾ കാണാം, അത്രേ ഉള്ളൂ അല്ലേ. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മളും പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്നൊരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം, കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിൻഡ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ, ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്. അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കണ്ടൻറ്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്. അപ്പോൾ സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്. അതായത് ഒരു ചെറുത് സ്റ്റേഷൻ ജാമ്യത്തിൽ തീർന്നൊരു കാര്യം, ഇതിപ്പം ഇവരായിട്ട് തന്നെ ഒരു കാര്യമില്ല, അത് ഇവരെ കുഴി തോണ്ടിയതാണ്. അല്ലെങ്കിൽ ഇതുമായിട്ട് ഇനി എന്തെങ്കിലുമായിട്ട് അവനെ ഇത്ര ഹേർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ പറയുന്ന തങ്കച്ചൻ വന്ന് നിന്നിട്ട് ക്യാമറയൊക്കെ എടുക്കുന്ന രീതി കണ്ടില്ല. അവന് തെള്ളി കയറി അങ്ങ് ചെല്ലുക, വീണ്ടും പ്രൊവോക്ക് ചെയ്യില്ല. നിങ്ങൾ ആ ക്ലിപ്പുകൾ കണ്ടതെന്ന് അറിയാം, വീണ്ടും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വീണ്ടും ബുദ്ധിമുട്ടിലേക്കേ വരത്തുള്ളൂ. ഇപ്പോൾ 2 പേർക്കും ബുദ്ധിമുട്ടിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു കേസ് വന്ന് ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുന്നു,
എന്നൊരു ന്യൂസ് വരുന്നത്. അത് രേണുസുതിയുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് ഒരു അല്പമെങ്കിലും കൺവിൻസ് ആവും. ഓക്കെ, രേണുസുതിയുടെ ഒരു കാര്യമാണ് ഈ കേസ്, ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് മേ ബി എനിക്കായിരിക്കാം, ആർക്കും ആയിരിക്കാം. അത് ജനങ്ങൾക്കിടയിൽ കൺവിൻസ് ആവുന്നൊരു സാധനമാണ്. ഈ സീനിലും ഇല്ലാത്ത, ഈ ഫ്രെയിമിലും ഇല്ലാതെ ഒരു സൈഡിൽ കിടന്ന് മാറിക്കിടന്ന് കുരച്ചോണ്ടിരിക്കുന്ന ഒരാൾ ഒരു കേസ് കൊടുത്തിട്ട് അത് ഈ രീതിയിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. അതിനകത്ത് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് ആ കേസിന്? എന്ത് ട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ആ ഇട്ടിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിനോട് മാന്യത കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയാണ് ആദ്യം കാണിക്കേണ്ടത്. സ്വന്തമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടെ നിൽക്കുന്നവർ അതിനെ കണ്ട് മിണ്ടാതിരിക്കും. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അതൊരിക്കലും ഒരു കണ്ടന്റായിട്ട് എടുക്കത്തുമില്ല. ആ ഒരു മാന്യത അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ വ്ളോഗിനകത്തൊക്കെ ഞാൻ കണ്ട്, എനിക്കത് കണ്ടപ്പോൾ എന്തോ പോലെ. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്ക് കോണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്തുവാ? രേണുസുതിയുടെ ചേച്ചി പറയുന്ന രീതിയിലുള്ള, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നോക്കാം, നിങ്ങളുടെ മരുന്ന് ഫേക്ക് അല്ല. ഞാനൊരു വീഡിയോ ചെയ്തതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ തന്നല്ല മരുന്നല്ല എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ തന്നെ മനുവും ദേവും ആയിട്ട് ആ ഹോസ്പിറ്റലിൽ പോവുകയും വ്യക്തമായിട്ട് അവരോട് കണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ വ്യക്തമായിട്ടെടുത്ത് റിയാക്ട് ചെയ്ത് നമ്മളൊരു നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ മരുന്നിൻ്റെ വില കറക്റ്റ് ആണെന്ന് നമ്മൾ വീഡിയോ പറഞ്ഞ് ചെയ്യത്തില്ല. തുടങ്ങി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മരുന്നിന്റെ വില വരെ കൃത്യമാണെന്നും നിങ്ങൾക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടിയതും അതിനുശേഷം 2 ലക്ഷം രൂപ നിങ്ങൾ അടച്ചെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ 2 ആൾക്കാരും വ്യക്തമായിട്ട് അതിനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങളെ നെഗറ്റീവ് പറയാൻ വേണ്ടി, നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിലാ അങ്ങനെ ഈ സാധനം വെച്ചൊഴിഞ്ഞതാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ അയൽവക്കത്ത് നിൽക്കുന്ന മാവ് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ചാഞ്ഞിരിക്കുന്നത്. ചിലപ്പം ആ മാവിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കായ്കനികൾ കിട്ടുമായിരിക്കും. ആ കായ്കനികളൊക്കെ തിന്ന് അവസാനം നമുക്ക് ഈ പറയുന്ന വല്ല ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ വന്ന് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലേക്ക് വരരുത്. അതെനിക്കൊരു വേണേ കിടന്ന് എവിടെയെങ്കിലും പറഞ്ഞോട്ടെ. അത് നിങ്ങൾ ഒരിടത്ത് വെച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോഴത്തേക്കിന് എന്തോ അതാണ് വീണ്ടും ഈ പറയുന്ന ജനങ്ങൾക്കിടയിലേക്ക് പ്രൊവോക്ക് ആവുന്നതും, അല്ലെങ്കിൽ വീണ്ടും ഒരു കോണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ആയി വരുന്നൊരു കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലുള്ള ആൾക്കാർ പറയട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ്, പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കണം. അപ്പം